ഹലോ നമസ്കാരം. എൻ്റെ പേര് സുമിത്ത്. നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടി പട്ടത്താരിയാണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കുവൈത്തിലാണ്. ഇതിൽ വിജയിക്കുന്ന എല്ലാ വിജയികൾക്കും എൻ്റെ വിജയ ആശംസകൾ. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ വന്നത് ഒരു കുസൃതി ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് പെർസിനിക്കടവിൽ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം കേൾക്കണം എന്നാണോ? മലയാളമാണ്. മലയാളം ചോദിക്കട്ടെ. ഒരു തിരിയിൽ 1000 മുട്ടകൾ. അത് തിരി. അത് തിരി. 100 egg. അതിൽ 1000 eggs. 1000 egg. Eggs. Question, just a funny question. Okay. Yeah, Malayalam. Any clue? മലയാളത്തിൽ പറയട്ടെ. മിക്ക വീടുകളിലും ഉണ്ടാവും. മാത്രമല്ല ഇത് കറിയിലും ഉപയോഗിക്കും. ഫണ്ണി ജസ്റ്റ് ഫണ്ണി. എല്ലാ വീടുകളിലും ഇറുക്കുക ആണ് അത് ചിന്തിക്കുക. തലയിലില്ല അല്ലേ? ഓക്കെ, നമുക്കൊരു തെലുഗു. ഇനി ലാസ്റ്റ് തെലുഗു ആണ്. എല്ലാ ലാംഗ്വേജിലും പ്ലേബാക്ക് സിംഗർ എല്ലാ ലാംഗ്വേജിലും പാടുന്നു അല്ലേ? ഓൾ ഇന്ത്യ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. എന്താണ് പേര്? എവിടെ സ്ഥലം? എവിടെ സ്ഥലം? പേര് കോട്ടയം. എല്ലാ 3 വർഷങ്ങൾ ആദ്യമായിട്ട് വന്നതാണോ? ആദ്യമായിട്ട്. നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാണോ? എവിടെയാണ്? ഓക്കെ, ഞാനൊരു ചെറിയൊരു ചോദ്യമായിട്ട് വന്നതാണ്. നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു ക്യാഷ് പ്രൈസ് കിട്ടും. എൻ്റെ ചോദ്യം ഇതാണ്. ഒരു തിരിയിൽ 1000 മുട്ട. 1000 മുട്ട. മുട്ട തന്നെയല്ല, കുസൃതി ചോദ്യമാണ്. മുട്ട എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു തിരിയിൽ 1000 അറിയില്ല. ക്ലൂ അത്ര പെട്ടെന്ന് തരാൻ മിക്ക വീടുകളിലും ഒന്നുമില്ല. നിങ്ങൾ പങ്കെടുത്തെന്നുള്ള ഒരു സന്തോഷം. ഒരു തിരിയിൽ 1000 മുട്ട. ഐഡിയ ഇല്ല. ഇല്ല, ആ ഓപ്ഷനൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്നായി പഠിക്കുക, നന്നായിട്ട് ജയിക്കുക, ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. ആകാംക്ഷ വീഡിയോ ആണല്ലേ? ചാനലിൻ്റെ പേര് മാംബോ മീഡിയ ആണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. മാംബോ മീഡിയ. ശരി. എവിടെ സ്ഥലം? എവിടെ സ്ഥലം? കോഴിക്കോട്. ചേച്ചി? കണ്ണൂർ. കണ്ണൂർ. മോൻ? എല്ലാവരും ചോദിക്കാനും ചുറ്റിപ്പുറം. ചേട്ടാ, നിങ്ങളല്ലേ? മനസ്സിലായി. പിന്നെ ഞാനൊരു ചെറിയൊരു ചോദ്യമായിട്ട് വന്നതാണ്. കുസൃതിയായിട്ട് എടുക്കാം. ചോദിച്ചോട്ടെ. എല്ലാവരോടും കൂടിയാണ് നോക്കി. ഒരു തിരിയിൽ 1000 മുട്ട. എന്താ? അത് കുസൃതി ചോദ്യല്ലേ? കുരുമുളക് കുസൃതിയായിട്ട് വരും. എന്താ വരാത്ത? കുരുമുളകല്ല അപ്പൊ ഉത്തരം. വേറെ എന്തോ ഉത്തരം കുരുമുളക് തന്നെയാണ് ഉത്തരം. കുരുമുളക് തന്നെയാണ്. അപ്പൊ ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട്. ചെറിയൊരു പ്രൈസാണ്. അപ്പോൾ ഈ പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് സുമിത്ത് പട്ടത്താരി അഞ്ചരക്കണ്ടിയാണ്. അവൻ വർക്ക് ചെയ്യുന്നത് കുവൈറ്റ്. അപ്പോൾ ഒരു ചെറിയൊരു പ്രൈസ് വരട്ടെ. എല്ലാവർക്കും സന്തോഷമല്ലേ?
കുറച്ച് മസിൽ വരണം കേട്ടോ. ഇതാണ് വിജയ്. വലിയന്നൂർ തന്നെ, വലിയന്നൂർ. ചെറിയൊരു ക്യാഷ് പ്രൈസ്. ഇപ്പൊ എന്ത് തോന്നുന്നത്? സന്തോഷം, അപ്രതീക്ഷിതമായിട്ട് തന്നു വിട്ടതല്ലേ. സന്തോഷം, വലിയ സന്തോഷമായില്ല. എല്ലാവരുടെയും അഭിപ്രായം അതില്ല, അത് ഞാൻ പറയും. സന്തോഷം, എനിക്ക് വളരെ സന്തോഷം. സന്തോഷം കാണുന്നില്ല ചേച്ചി. അതെ അതെ. അതോ ആദ്യം ബസ്സിൽ വെച്ചിരുന്നതാണ്. ചേർന്ന് നിന്നുള്ളൂ. ആവട്ടെ ചേട്ടാ. ചേച്ചി ഇങ്ങോട്ട് തിരിഞ്ഞു എനിക്കൊരു ഫോട്ടോ തന്നെ ആവാൻ എന്തായാലും. ചേച്ചി ഈ ഒരു സമ്മാനം സ്പോൺസർ ചെയ്ത് അവനോട് എന്താ പറയാനുള്ളത്? അങ്ങോട്ട് നോക്കി പറഞ്ഞു. പട്ടത്താരി അഞ്ചരക്കെട്ട്. കാരണം ഇല്ല, ഒരു ഓണായതുകൊണ്ട് ഒരു ചെറിയ അവൻ്റെ ഒരു സന്തോഷം അത്രയും മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള ഇതിലൂടെ ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്ക് ഉത്തരം കിട്ടാനും ഇവർ ഈ സമ്മാനങ്ങൾ നൽകാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. അതാണ് വേണ്ടത്. അതായത് പൈസ ഉണ്ടായിട്ട് കാര്യം ഒരാൾക്ക് 10 രൂപയോ 1 രൂപയോ കൊടുക്കുന്നത് ഏറ്റവും വലിയ കാര്യം. അത് സന്തോഷത്തോടെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒന്നും കൂടി നല്ലതല്ലേ. എന്തായാലും സുഹൃത്ത് കാണുമ്പോൾ വലിയൊരു സന്തോഷമായിരിക്കും. കാരണം അവന് ഭയങ്കര ഒരു താല്പര്യമുള്ളതാണ്. അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പൊ അവർക്ക് ഈ സുഹൃത്തിനൊരു യാത്ര എല്ലാവരും ആരോ പാട്ട് ആരോ പാടും. ചേച്ചി പേരെന്താ? ചേച്ചിയാന്ന് പാടുന്നത് പേരെന്താ? എത്രയല്ല പഠിക്കുന്നത്? പാട്ട് പാടുക. നിങ്ങളാണോ പാട്ട് പാടുന്നത്? ആരും പാടില്ല. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ജീവി. ഉത്തരം നോക്കുകയാണെങ്കിൽ ചെറിയത് നമുക്കല്ല ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ഇവർ ജീവിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റും. ആ അത് പോയിപ്പോലെ ചിരിഞ്ചി അല്ലല്ലോ. എന്തെങ്കിലും ഐഡിയ? ഇത്ര പെട്ടെന്ന് തരാൻ പറ്റൂല. ഐഡിയ ചേച്ചി ഐഡിയ? എന്തായിരിക്കും ഐഡിയ? ഇത് അമ്മയാണോ? ഭാര്യയാണ്. ചേച്ചി ആദ്യം ഉത്തരാ പറഞ്ഞേ. പാമ്പല്ല, ആണ്. അപ്പൊ ഉത്തരം ശരിയാണ്. ആദ്യം തന്നെ ഇവർക്ക് തന്നെ കൊടുക്കുക. ചെറിയൊരു ക്യാഷ് പ്രൈസ് ആണ്. ഈ ക്യാഷ് പ്രൈസ് തരുന്നതെന്ന് പറഞ്ഞാൽ സുമിത്ത് പട്ടത്താരി അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർക്കെല്ലാം ഒരു കായ്, അവർക്കല്ല ഈ സുമിത്തിന് ഒരു കായ് കൊടുത്തത്. ഹായ്. അപ്പൊ സുമിത്തെ പ്രൈസ് ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കണം. ഇതാണ് ചേച്ചി ഉത്തരം കറക്റ്റാണ്. അപ്പൊ സുമിത്തെ ഞാൻ ഈ പ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ചേച്ചി സുമിത്ത് മാത്രമല്ല അത് പറഞ്ഞാൽ കുറച്ചും കൂടി ചിന്തിച്ചിട്ട് നമുക്ക് കിട്ടിയല്ലേ. എന്തായാലും ചേച്ചി കൈയോട്ട് വാങ്ങും. വെൽക്കം. അപ്പോൾ ഈ ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ട് ഇവിടുന്ന് പ്രൈസ് കിട്ടി. പറശ്ശിനി കടവ് മുത്തപ്പൻ്റെ മുന്നിൽ അല്ലേ? എന്താണ് ഇപ്പോഴത്തെ ഫീൽ? ആദ്യമായിട്ടാണ് സമ്മാനം? അതെ അതെ, ആദ്യമായിട്ട് ഇങ്ങനെ പരിപാടി
എന്താണ് ഇപ്പം തോന്നുന്ന ഒരു ഫീൽ? വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. അമ്മക്ക് എന്താ തോന്നുന്നത്? ഉത്തരം പറയാൻ അപ്പൊ ഈ ഉത്തരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉത്തരം ആനയാണ്. ആനക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല, നമുക്ക് നമ്മളെപ്പോലെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ആന നോക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പങ്കെടുത്തതിൽ ഒരുപാട് ഒന്നും പറയാതെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ശരി റെഡി എന്ന് പറഞ്ഞിട്ട് മുന്നേറി എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ കാണാം. ഓക്കെ.